നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇക്ര വാൾഡോഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട്. ഇക്ര വാൾഡോഫ് സ്കൂൾ, ആലത്തിയൂർ എൻ ചെറിയ പരപ്പൂർ. തിരൂർ നഗരസഭയിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയെന്ന് പരാതി. തിരൂർ നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ റിജക്റ്റഡ് വേസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള ഫണ്ട് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വകമാറ്റി ചെലവഴിച്ചതായി ആരോപണം. ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ കൗൺസിലർമാർ അറിയിച്ചു. തിരൂർ നഗരസഭ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ റിജക്റ്റഡ് വേസ്റ്റ് കൊണ്ടുപോകുന്നതിനുള്ള ഫണ്ട് ഉപയോഗിച്ച് തിരൂർ മത്സ്യ മാർക്കറ്റ് പരിസരത്തെ മാലിന്യം കയറ്റി അയച്ചതായാണ് കൗൺസിലർമാർ ഉന്നയിക്കുന്ന ആരോപണം. തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ട് ഏതാനും ദിവസങ്ങളാണ് തീപിടുത്തമുണ്ടായത്. പ്രദേശവാസികൾ ആകെ തന്നെ പരിഭ്രാന്തരായി. മാത്രമല്ല, പല വാർഡുകളിലെയും കിടപ്പുരകൾ പോലും പ്രയാസത്തിലായി. ശ്വാസകോശ സംബന്ധമായ രോഗം മൂലം ജനങ്ങൾ പ്രയാസപ്പെട്ടു. തുടർന്ന് മുനിസിപ്പൽ സെക്രട്ടറിയും ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരും അടക്കമുള്ള ആളുകൾ ഒരു യോഗം കൂടെയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ ഈ പ്രദേശത്ത് മാലിന്യവുമായി ബന്ധപ്പെട്ട് ഒരു സേഫ്റ്റി, ഒരു സുരക്ഷ ഉറപ്പുവരുത്താമെന്ന ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. തുടർന്ന് ഫയർഫോഴ്സും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും തെരഞ്ഞെടുപ്പ് അംഗങ്ങളും എല്ലാവരും സ്ഥലം പരിശോധിച്ചു. ചില ന്യൂനതകളൊക്കെ കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇനിയും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു വാച്ച്മാൻ പോസ്റ്റ് വേണമെന്നും ഒരു ക്യാമറ, അതുപോലെ തന്നെ നല്ല മാസ്ക് ലൈറ്റ്, ഹൈ മാസ്ക് ലൈറ്റ്, പ്രദേശത്ത് ഇത് തടയാനാവശ്യമായ സംവിധാനങ്ങളെല്ലാം ഒരുക്കാമെന്ന് അന്ന് ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ഉറപ്പ് നൽകി. എന്നാൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിലെ മാലിന്യങ്ങൾ ഇവിടെ ഡംപ് ചെയ്യുന്ന അവസ്ഥയാണ്. ആ മാലിന്യം ഡംപ് ചെയ്യുമ്പോൾ ഇനിയും ഒരു തീപിടുത്തം ഉണ്ടാകും എന്നൊരു യാതൊരു സംശയവും വേണ്ട. ഞങ്ങളെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഈ പ്രദേശവാസികളെ പ്രയാസപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പരിപാടികളും ഇവിടെ നടത്താൻ പാടുകയില്ല. മാലിന്യം ശാസ്ത്രീയമായി സംഭരിച്ചുകൊണ്ട് സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഞങ്ങളെല്ലാം അനുകൂലം നിൽക്കും. അതേ മാർക്കറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കുന്നതിന് അനുയോജ്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നല്ലൊരു ഇതാണ്. എന്നാൽ ഇവിടെ മാലിന്യം കൂമ്പാരമായി നിൽക്കുമ്പോൾ അത് പ്രയാസമുണ്ടാക്കും. അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തിൻ്റെ വികസനത്തിന്, ഈ പ്രദേശവാസികൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ മാലിന്യ സംസ്കരണം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്തും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലെല്ലാം തന്നെ നമ്മുടെ വാർഡ് മെമ്പർ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയുണ്ടായി. ഓരോ കൗൺസിലും ഞങ്ങൾ ഈ മാലിന്യ കൂമ്പാരത്തിൻ്റെ ഫോട്ടോ കാണിച്ച് പറയുമ്പോഴെല്ലാം തന്നെ അതെല്ലാം ഒരു വിലയും കൽപ്പിക്കാത്ത രീതിയിലാണ് അവരെന്ന് കാണപ്പെട്ടത്. അതിൻ്റെ ഫലമായിട്ടാണ് തീപിടുത്തം ഉണ്ടായതെന്നൊക്കെ ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് സെഗ്രിഗേഷൻ ചെയ്ത സാധനങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം മാത്രം ഇവിടെ ബസ് സ്റ്റാൻഡിലെയോ മറ്റു പ്രദേശങ്ങളിലെയോ മാലിന്യങ്ങൾ ഇവിടേക്ക് എത്തിക്കാൻ പാടുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 24-നാണ് ഇവിടെ തീപിടുത്തമുണ്ടായത്. കത്തിയ വേസ്റ്റുകൾ കയറ്റി അയക്കുന്നതിന് പകരമാണ് നഗരസഭയുടെ നടപടിയെന്നും മാർക്കറ്റ് പരിസരത്തെ മാലിന്യം തള്ളാനുള്ള ഇടമല്ല ഇവിടെയെന്നും കൗൺസിലർമാർ കുറ്റപ്പെടുത്തി. TVN ന്യൂസ്, തിരൂർ. ഇക്ര വാൾഡോഫിന്റെ ഓരോ പുലരികൾക്കും നേട്ടങ്ങളുടെ കഥ പറയാനുണ്ട്. ഇക്ര വാൾഡോഫ് സ്കൂൾ, ആലത്തിയൂർ എൻ ചെറിയ പരപ്പൂർ. പുതിയ കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചറിഞ്ഞ്, കാലത്തിന്റെ സ്പന്ദനങ്ങൾ തിരിച്ചറിഞ്ഞ്, ന്യൂജൻ ടെക്നോളജിയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥികളുടെ IQ അഥവാ ബുദ്ധിപരമായ അളവ് വർദ്ധിപ്പിക്കുന്നതോടൊപ്പം EQ അഥവാ വൈകാരികമായ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ പദ്ധതികളുമായി ഈ സ്ഥാപനം മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇംഗ്ലീഷ് സംസാരശേഷി വർദ്ധിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് ചാമ്പറും മദ്രസ പഠനത്തിനുള്ള പൂർണ്ണ സംവിധാനങ്ങളും ഞങ്ങളുടെ പ്രത്യേകതയാണ്. പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി ക്ലാസ് വരെയുള്ള 2024-25 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇക്ര വാൾഡോഫ് സ്കൂൾ, ആലത്തിയൂർ എൻ ചെറിയ പരപ്പൂർ.